ഇതാണ് ഗായ്സ് നമ്മളെ കറുകമണ്ണ അങ്ങാടി. നമ്മളെ ഫ്ലക്സ് ഉണ്ടാവും. എന്റെ പറങ്കിപ്പടയുടെ ടീമൊക്കെ ഉണ്ട് ഇവിടെ. ബ്രസീലിന്റെ കൊടി കണ്ടോ നിങ്ങളത്? പോർച്ചുഗല് അടുത്തുണ്ട്. നമ്മളെ നാട്ടിലാവും അർജന്റീന എല്ലാരും ഉണ്ട്. പോർച്ചുഗൽ ഉണ്ട് ഇവിടെ. ഇത് സ്പെയിന്. അങ്ങനെ ഞങ്ങളെ നാടിനോട് ഇവിടെ പറഞ്ഞു പോവുകയാണ് ഗൈസ്. അതെ, ആ ഭാഗത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പൊ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്വന്തം തട്ടകത്തിലേക്ക് കറുകമണ്ണിൽ നിന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ രാവിലെ ഒരുങ്ങാൻ തുടങ്ങിയത്. അപ്പൊ സമയം ഉച്ചയായി, 1 മണി ആയതുകൊണ്ടല്ലേ പോകാനായിട്ട് തോന്നുന്നില്ലല്ലോ എനിക്ക്. പോകാൻ തോന്നുന്നില്ല. നമ്മളെ നാടും നാട്ടുകാരെ കൂട്ടിട്ട് പോകാൻ തോന്നില്ല. നാട്ടിലെത്തി കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക വൈബ് അല്ലേ? നല്ലൊരു ഇവിടെ ആകുമ്പോ ഇങ്ങനെ എല്ലാരും കുറെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ കാണാ. ഇവിടെ ഒരു വേറെ രസല്ലേ? നല്ല എന്താ പറയാ, നാട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്തെത്തിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കറുകമണ്ണയിലാണെങ്കിലും നാട് എവിടെയെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പുള്ളിപ്പാടെന്നാ പറയല്. അതെ, കറുകമണ്ണ പുള്ളിപ്പാടം തമ്മിൽ വലിയ ദൂരം ഒന്നുമില്ല. ഇവിടെ കണ്ടോ, ഇതാണ് ഞങ്ങളെ പുള്ളിപ്പാടം. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് അങ്ങാടി. ബ്രസീലിന്റെ കൊടി കണ്ടടാ, കണ്ടടാ ഞങ്ങളെ കൊടി. അടുത്തോന്റെ തോന്റെയാണോ അല്ലേ? അതന്നെ. ഇവിടെ അർജന്റീനന്റെ ഇവിടെ വെച്ചത്. നാട്ടിലെത്തി കഴിഞ്ഞാ ഭയങ്കര എന്താ പറയാ, രസാണ്. കളിയുടെ ഒരു ഹരമാണ്. പോർച്ചുഗല് ബൈസൈക്കിൾ അടിച്ചിട്ടുണ്ട്. അർജന്റീനയും ബ്രസീലും അടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ചാൾ എത്തിയിട്ട് കാണല്ലേ? ആ വലിയ റബ്ബർ മൊത്തം മുറിച്ചു പോയില്ലേ? ഫുള്ള് കാലിയായി അവിടെ അല്ലേ? തെളിഞ്ഞു. ഈ റബ്ബർ വെക്കും. ഇനി പുതിയ തയ്യൊക്കെ വെക്കുമായിരിക്കും അല്ലേ? റബ്ബറോ ഇനി എന്താണാവോ വെക്കുക? റബ്ബർ തന്നെ ആയിരിക്കും വെക്കുക എല്ലാരും. അങ്ങനെ നമ്മൾ ഓടായിക്കലെത്താനായി. സംഭവം കല്ലല്ലേ? റോഡുണ്ടോണല്ലേ? ഒന്നിച്ച് പോകാൻ. എന്താ ഇവിടെ മുന്നിലും ബാക്കിലും അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് പോവാൻ ഗ്യാപ്പിട്ടൂലേ? എന്തേലും ഒന്ന് കാണിക്കാൻ. അങ്ങനെ ആക്കണം. നമ്മള് ഓടാക്കിയ ടൗണിക്കണ്ട് എത്തിപ്പോട്ടോ. ഫ്ലാഗ് അങ്ങനെ പറഞ്ഞു. അർജന്റീനന്റെ ഉണ്ട് മറ്റേ പുഴയില്. അങ്ങനെ നമ്മള് ഒഡായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുകളിൽ കൂടിയുള്ള യാത്ര. ഓ അതാണ്ടേ അവിടെ അവിടെ കൊടി. കണ്ടോ മൊത്തം കൊടി വെച്ചേക്കുന്നേ. എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. ഇത് അതിന്റെ കൊടി തന്നെയാണോ? അവിടുന്ന് അങ്ങോട്ട് കാണിച്ചേക്ക് വെള്ളം ഇല്ലേ? മഴക്കാലം വെള്ളം കുറവാ. വെള്ളമില്ല ഇവിടെ. കെട്ടി നിർത്തുകയെന്നല്ലേ ഈ ഇടയ്ക്ക്? തുറന്നിട്ടുണ്ട്. തുറന്നിട്ടുണ്ട്. അതാ ഇങ്ങനെ പാലണ്ട് കഴിഞ്ഞ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ വിജനമായി ഇങ്ങനെ കിടക്കും. കടകളൊക്കെ അടഞ്ഞ്. വൈകുന്നേരം ആകുമ്പോ ഇഷ്ടം പോലെ ആളാ. രാത്രി 12 മണി വരെ ആൾക്കാരുണ്ടാവും. എത്ര അറിയാം? കാറ്റിങ്ങനെ കൊണ്ട് വൈകുന്നേരം കാറ്റ് കൊള്ളാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. നമ്മളിടയ്ക്ക് വരലുണ്ടല്ലേ അങ്ങോട്ട്? ഞങ്ങളുടെ ചാലിയാറിന്റെ ഭംഗി കണ്ടില്ല നിങ്ങള്? ചെറിയ റോഡാല്ലേ? അവിടുന്ന് വരുമ്പോ സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. എന്നല്ല 2 വണ്ടിയൊക്കെ പോവാണെങ്കിൽ കുറച്ച് 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് കുറവാണ്. സൗകര്യം പോലെ പോകാനുള്ള പറ്റൂല.
ലോറി വന്നാലേ കൊടുങ്ങും. അപ്രോച്ച് റോഡ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? റോഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പാലത്തിന് കുറച്ചുകൂടി ഭംഗിയും കൂടി, കുറച്ച് കൂടുതൽ ആൾക്കാർ വരും, കുറച്ചും കൂടി. അങ്ങനെ നമ്മള് വീമ്പുകൾക്ക് എത്തിയപ്പോ ബീമ്പുങ്ങൽ ഇത്ര ദൂരം ഞങ്ങൾക്ക് ടാസ്ക് ആയിരുന്നു ആദ്യം ഈ റോഡിലോട്ട് എത്തണമെങ്കിൽ. പുഴ കിടക്കണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പാലം വന്നുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര സുഖമായി. അവിടെ നിന്ന് പോയാൽ നിലമ്പൂര് വണ്ടി ഉണ്ട്. നിലമ്പൂരിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അല്ലേ? പോലെ ഒരു ഗുഡ്സും വരുന്നുണ്ട്. ഞങ്ങളുടെ മെല്ലെ കൊണ്ട് പോകാം. നേരെ എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? മഞ്ചേരി. നമുക്ക് നേരെ പോകാം. അങ്ങനെ നമ്മള് മമ്പാട് ടൗണിക്ക് എത്തി അല്ലേ? എത്തി. നമ്മളെ മമ്പാടുന്ന ബോർഡ്. മമ്പാട് ബോർഡ് എത്ര കാലത്തില നടന്നു പോകുന്നുണ്ട് അറിയാം സ്കൂള്. ഈ റോഡിൽ അത് ഇത് ഈ സ്ഥലത്തില് ജാറത്തിങ്കൽ എന്ന് പറയും. ഇതില് ഈ ഇടവഴിയാകുമ്പോ വരുന്നത്. എനിക്കിതിലെ പോകാനുള്ള അനുവാദമല്ല ടൗണിൽ കൂടെ. നമുക്ക് മാതാജി ഒന്ന് കണ്ടുപോവാം. മാതാജി ബാങ്കിൽ ഉണ്ട്, മമ്പാട് വനിതാ ബാങ്കില്. പോയാലോ ചേച്ചി ടാറ്റ കൊടുക്കണ്ട്. രണ്ടാളും ടാറ്റ കൊടുക്കണ്ട്. പോകാൻ തോന്നുന്നില്ലേ? പോയോ മമ്മി? അവിടെ ഉണ്ടോ? വണ്ടി പോയി തീരുന്നവരെ മമ്മി നോക്കി നിൽക്കൂലേ? ലച്ചുനും കിച്ചനും പോകാൻ തോന്നുന്നില്ല. ഇവ കുറച്ചു നേരത്തെ അവിടെ നിന്ന് പറയണേ പോണോന്ന്. നമ്മോടല്ലേ? അവന് പോകാൻ പോതില്ല. പോകാൻ ഒരു മനസ്സില്ല അല്ലേ? ഒരടങ്ങേറ്. വേണ്ട. ഇനി എവിടെ എത്തണം? കാസർഗോഡ് 250 കിലോമീറ്റർ അങ്ങ് അപ്പുറം എത്തണ്ടേ? മറ്റൊരു നാട്ടിലല്ലേ? വേറൊരു നാട്ടില്. ഇൻഡിക്കേറ്റർ ഉണ്ട്. തിരിച്ചു വരാം. ഇതിലങ്ങനെ നേരെ അങ്ങ് പോണം. നമുക്ക് നമ്മളെ ഇടയിൽ കൂടെ വഴി കൂടെ അതിലെന്തിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകല്ലേ? കുറുക്ക് വഴി കൂടെ കയറി പോവുക. ചിലപ്പോ ടൗണൊന്നും നമ്മൾ കാണൽ തന്നെ ഉണ്ടാവില്ല. കൊറേ വീടുകളുണ്ട്. ഇനി കുറച്ചുകൊണ്ട് എത്തിയിട്ട് കാണല്ലേ? നമുക്കിന്ന് വണ്ടൂര് പോണം. എന്താ നിങ്ങക്ക് പണി? ബേക്കറി എല്ലാം എടുത്ത് നോക്കങ്ങോട്ടെ. മമ്മി കൊറേ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓറിയോ, പിന്നെന്താ ഞുറുക്ക്, മോതിരം പോലത്തെ ഇല്ലേ? കൊറേ സാധനം ഉണ്ട്. ചേട്ടായിക്ക് എന്താ? ചേട്ടായിക്ക് ഇഷ്ടം ഊട്ടി വർക്കി. അതിക്കല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ചെങ്കള, ഞങ്ങളെ നാട്. നാട് വിട്ട് കുറച്ചുകൊണ്ട് പോകുന്നില്ലേ? നാട് വിട്ട് കുറച്ചുകൊണ്ട് പോകുന്നു. സ്കൂള് പഠിച്ചത് ഇവിടെയാണ്. ഞാൻ മമ്പാട് ഹൈസ്കൂളിലെ. ഞാൻ +1 +2 മാത്രം പഠിച്ചുള്ളൂ. ഞാൻ അവിടെ 7ാം ക്ലാസ് മുതലേ 8ാം ക്ലാസ് വരെ അല്ലേ? 8 മുതൽ 10 വരെ മമ്പാട് ഹൈസ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോ എത്ര നടക്കണോ? ഇതൊക്കെ നടന്നു പോണ വഴിയാണ് സ്കൂൾക്ക്. എത്ര ദൂരം നടക്കാണ്ട്? ആ പുളിക്കുന്നൂന്ന് തുടങ്ങിയിട്ട് കറുകൊണ്ണ കഴിയണം, പുള്ളിപ്പാടം കഴിയണം, പിന്നെ തൂക്കുപാലം കടന്ന് മമ്പാടെത്തണം. നടന്ന് ഞങ്ങളെ ഇങ്ങോട്ടല്ലേ വലിയതല്ലേ? ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് പഠിച്ചത്. പിള്ളേരൊക്കെ ഉണ്ട്. അടുത്ത പിള്ളേരെ മുട്ടായി ഒക്കെ മേടിച്ച് അങ്ങനെ നടക്കണ്ട്. നമ്മളാ കാലം ഇപ്പൊ അവർക്കാണ്. നമ്മളന്ന് നടന്ന ആ കാലം അല്ലേ? ഇവിടെ ഇതൊക്കെ ആയിരുന്നു ഞങ്ങള് ഹോട്ടല്, സോളാർ ഹോട്ടല്. പൊറോട്ടക്ക് ഇടയ്ക്ക് വന്ന് പൊറോട്ട ഉള്ളതൊക്കെ. അന്ന് പൊറോട്ട എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവല്ലേ? പൊറോട്ടയും കറി. ഉണ്ടാക്കണ്ടേ?
MES ലെ ഹയർ സെക്കൻഡറി സ്കൂള്. അമ്പാട് കോളേജ് കുറച്ചപ്പുറത്ത്. ഇവിടെയൊക്കെ വന്ന് മിഠായി കടയാണ്. ഇവിടെ സ്ഥലം വിൽപ്പനയ്ക്ക് ബോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളെ വീഡിയോ കാണല്ല. പോർച്ചുഗലിന്റെ കോടി ഇഷ്ടം. ഞാൻ എന്നാ പോർച്ചുഗലിലൊന്നും ആരാധകർ കുറവായിരിക്കും ഞാൻ വിചാരിച്ചിട്ടോ. കിച്ചു മാത്രം ഉണ്ടാവുള്ളൂ. ഞാൻ അവനോട് പറഞ്ഞു ബ്രസീൽ ആയിക്കോന്നൊക്കെ പറഞ്ഞായിരുന്നു അവനോട്. ആര് കൊണ്ടുപോകും എന്നിട്ട് ഓൻ പറയണേ ഞാൻ ആകാന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നതാണ്. പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴല്ലേ ഓൻ ഇതാവൂലാന്ന്, ഓൻ മാറൂലാന്ന്. അങ്ങനെ നമ്മള് പുളിക്കലോട് എത്തിട്ടപ്പോ ഓർമ്മ ഉണ്ടോ എനിക്ക് ഈ റൂട്ടൊക്കെ? ഇല്ല. ഇതിലൊന്നും വന്നിട്ടില്ല ജി? ഇതിൽ തന്നെ നടത്തം ഇലന്നെ അല്ലേ? ഇലന്നെ. ഇവിടെ ഫുള്ള് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ജി കാണുക. മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ കാണും ജി. ബ്രസീലിന്റെ ആയിട്ടും അർജന്റീനന്റെ ആയിട്ടും കൊടികളെ കാണുള്ളൂ കിച്ചു. ഓലവിടെ ഭയങ്കര പരിപാടിയാണ്. ഓറിയോ ബിസ്ക്കറ്റ് തിന്നുന്നു. ലച്ചോ തിന്നണല്ലേ? ഒക്കെ സുഖല്ലേ? പള്ളി പള്ളി ഇതിലേക്ക് ആദ്യം ഞങ്ങളെ വീട് ഇവിടെയായിരുന്നു, തെക്കമ്പാടത്തേക്ക്. സ്ഥിരം റൂട്ടായിരുന്നു. ഇതിലെ സൈക്കിളുണ്ടായിരുന്നു എനിക്ക്. സൈക്കിളൊക്കെ ഓടിച്ചിട്ട് വരുന്നതില്ലേ. പുളിക്കലോടിയിലാണ് റേഷൻ കട ഉണ്ടായിരുന്നത്. അവിടെ പോയി സാധനം മേടിച്ചിട്ട് വരുന്നുണ്ടല്ലേ. അപ്പുറത്ത് വേറെ റോഡ് കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ റോഡിനൊക്കെ വരും. ഇതിലൊക്കെ ചാടി മറിഞ്ഞിങ്ങനെ പോകൂലേ? കമ്പനിക്ക് ചെക്കന്മാരുണ്ടാവും അപ്പൊ. പിന്നെ അങ്ങനെ ഒരു കാലം അല്ലേ? അങ്ങനെ ഒരു കാലം ഇവിടെ ആയിരുന്നു. നമ്മളെ ഇതിലവിടുന്ന് താഴോട്ട് പോകുന്നത് ഇടത്ത് ഭാഗത്തോട്ട്. ഇവിടെ ഈ റോഡിനാ? ഈ റോഡില്ല, ഇത് കണ്ടോ? ആ റോഡിനായിരുന്നു ഗൈസ്. അതെ, ഇനി മതി, അതിന്റെ കഴിഞ്ഞ് നിർത്തിക്കൊളി. പുറത്തൊന്നും ഇനി വേണ്ട. ചേട്ടായേ, നമ്മളെ ഏരിയ കൂടെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ? റബ്ബർ നമ്മള് വരുന്ന വഴിക്ക് തന്നെ അവിടെ ഉണ്ട്. ആ ഭാഗത്താ കാണുക, അപ്പുറം റബ്ബർ തോട്ടമായിരുന്നു. റബ്ബറിന്റെ ഏരിയ. ഇവിടൊക്കെ വീടുകൾ പോയിക്ക് നേരത്തെ ഉള്ളത് അല്ലേ? വണ്ടൂരെത്താനായി. വണ്ടൂരെത്താനായോ? അരമണിക്കൂറോടെ എത്തൂലേ? ഒന്നര സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തിരിച്ചു പോവാല്ലേ? ഏയില് നമ്മള് പോകുന്ന വയനാട് വഴി പോണോ? കൊട്ടിയൂര് വഴി കൊറേ ലോങ് അല്ലേ? ചുരം കേറി പതുക്കെ എത്തുള്ളൂ. പിന്നെ പതുക്കെ എല്ലാം കണക്ക് തന്നെ ആയിരിക്കും. ഹൈവേ കൂടെ പോയാൽ എപ്പോഴത്തേന്ന് ഹൈവേ കൂടെ പോകാം, അതാണ് രസം. ഹൈവേ കൂടെ പോകാൻ ഞാൻ അടിച്ചു വിട്ടി ഞാനില്ല. എനക്ക് പ്രശ്നല്ലേ, ഞാനത് ഓടിക്കേണ്ടത്. ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഹൈവേയിൽ പോകണമെങ്കിൽ രാത്രി പോകണം, ഒരു 8 മണി 9 മണി കഴിഞ്ഞിട്ട്. വയനാട് വഴിയാണ് പോയാൽ നമുക്ക്. ഏയിലാണ് പോവാ? കിച്ചു പറയണ മാതിരിക്ക് ഓർക്ക് എന്താ പറയാ, പോകാൻ തോന്നണില്ല. അതാണ് ഒഴിവായി പോവാൻ തോന്നണില്ലേ? ഇവിടെ വന്നിട്ട് കളിക്കാൻ പോകാനും സൈക്കിൾ ഓടിക്കാൻ പോകാനും ഒക്കെ ആയിട്ട് ലച്ചിക്ക് പിള്ളേരൊക്കെ ആയി കൂട്ട്. കൊറേ കുട്ടികളുണ്ട് അതിലൊക്കെ. ഇവിടുത്തെ സംഭവങ്ങളെല്ലാം പൊളിച്ചു കൊണ്ടുപോയില്ലേ? അങ്ങനെ നമ്മള് വണ്ടൂരെത്തില്ലേ? വണ്ടൂരെത്താനായി. ഇനിയിപ്പോ അവരൊന്ന് വിളിച്ചു നോക്കാം അല്ലേ? സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് റിട്ടേൺ അടിക്കാം. നമ്മള് തിരക്കാണല്ലോ. കല്യാണ വണ്ടി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈഡും എല്ലാവർക്കും ഉപയോഗിക്കാം. റോഡ് ഇടത്തിൽ കൂടെ പോകണമെന്ന് വലത്തിൽ കൂടെ പോകണമെന്ന് അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് കുറവാണ്. വണ്ടികളല്ലേ അപ്പുറം ഭാഗത്ത് ഏതില് വരും എങ്ങോട്ട് പോകുന്ന നമുക്ക് പറയാൻ പറ്റിയല്ലോ. കരളായി പൂക്കോട്ടുംപാടം പോണ ബസ്സാണത്. കരളായി വണ്ടൂരങ്ങാടി. വണ്ടൂര് 4 ജംഗ്ഷനാണ് ഇപ്പൊ കാണുന്നത്.
വണ്ടികളാണല്ലോ ബസ്സെല്ലാം ഉണ്ട്. സിഗ്നൽ ഇല്ല. എങ്ങോട്ടാ പോണ്ട? ഇങ്ങോട്ടാ ഇങ്ങോട്ട് പോണം. എന്തേരം വണ്ടിയാണോ ക്യൂ വരിക്ക് നിക്കണം. മഞ്ചേരി തിരുവാലി ഇതൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഉണ്ടാവും. കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നാട്ടിലെവിടെയാണെന്നുള്ളതും. പിന്നെ നിങ്ങളെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ 98 95 18 18 86. അപ്പം ഇനി നമുക്ക് നാളത്തെ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? നല്ല നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് നേരെ കാസർഗോഡിന് പോകുന്ന ഒരു വീഡിയോ ചെയ്യാം അല്ലേ? അപ്പം ഞങ്ങൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പം നമുക്ക് നാളത്തെ കിടിലൻ വീഡിയോയുമായി നാളെ വരാം. ബൈ ബൈ. ബൈ ബൈ.